വരട്ടെ. സുഹൃത്തുക്കളെ, ഒരു കാലത്ത് കേരളത്തിലെ കലാരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന പ്രൊഫഷണൽ നാടകവേദി ഇന്ന് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. 500-ൽ പരം പ്രൊഫഷണൽ നാടക സമിതികൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ അവയുടെ എണ്ണം 50-ന് താഴെയായി ചുരുങ്ങി. എവിടെയിട്ട് കുത്താൻ? നോക്കട്ടെ. കുത്തി. കറണ്ട് വന്നു. സഹൃദയരെ, നിങ്ങൾക്കേവർക്കും തിരുവനന്തപുരം അനന്തപുരി തിയേറ്റേഴ്സിന്റെ അഭിവാദ്യങ്ങൾ. റെയിലകത്തമ്മയുടെ തിരുമുറ്റത്ത് ഞങ്ങൾക്കൊരു വേദി ഒരുക്കി തന്ന ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളേവരുടെയും അനുഗ്രഹാശിസുകളോടെ ഞങ്ങൾ ആരംഭിക്കുന്നു അനന്തപുരിയുടെ 55ാമത് കലോപഹാരം സ്ലീപ്പർ കൊണ്ടൊരു തുലാഭാരം. പാളം എന്റെ റെയിലകത്തമ്മേ, കുത്തുകൊള്ളണമേ, കാത്തുകൊള്ളണമേ. ജയന്തി മോളെ, ജയന്തി ജനതേ. അച്ഛൻ വിളിച്ചായിരുന്നോ? മോളെ, നേരം നൈറ്റ് ഡ്യൂട്ടി ആവുന്നു. നമ്മുടെ ഗേറ്റ് ലോഡ്ജിലെ പൂജാമുറിയിലെ സിഗ്നൽ ലാമ്പിൽ എണ്ണ ഒഴിച്ചു വെച്ചില്ലേ? എണ്ണ ഒഴിക്കുക മാത്രമല്ല, രാവിലെ തന്നെ കത്തിച്ചു വെക്കുകയും ചെയ്തു. രാവിലെ തന്നെ കത്തിച്ചു വെച്ചെന്നോ? ഈ പെണ്ണ് ഡിപ്പാർട്ട്മെന്റിനെ മുടിപ്പിക്കും. എടി, മണ്ണെണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്തൊരു വിലയാണെന്നാ. അതിനെന്താച്ചാ, കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി എന്നല്ലേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രമാണം. പ്രമാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. കൊച്ചുവേളിയിൽ ഒരു കോച്ചിങ് ഡിപ്പോ. ഈ അച്ഛന്റെ ഒരേ ഒരു ആഗ്രഹമാണത്. ആ സ്വപ്നം സാക്ഷാത്കരിച്ചാൽ ഞാനത് എന്റെ മകളുടെ പേരിൽ പ്രമാണം ചെയ്തു തരും. എന്താ, സന്തോഷമായില്ലേ അച്ഛന്റെ ജയന്തിക്കുട്ടിക്ക്? അച്ഛാ, ഏട്ടനിക്കാര്യം അറിഞ്ഞാൽ പിണ്ണാക്കാകും, പിണക്കമാകും. അവന്റെ പിണക്കം മാറ്റാൻ കൊച്ചിയിൽ ഒരു കോച്ചിങ് ഡിപ്പോ തുറന്നു കൊടുക്കും. പിന്നെ വല്ലാർപാടത്തിനടുത്തൊരു കൊതുകുപാടവും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ, പോരെ? മതി അച്ഛാ, അത് മതി. കൂടുതൽ വല്ലതും കൊടുത്ത എന്റെ സ്വഭാവം മാറും. അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കൂല. ഇവിടെ വെച്ച് വിളമ്പി തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അത് ഓർമ്മ വേണം. മോളെ, അച്ഛന് വല്ലാതെ വിശക്കുന്നു. അത്താഴം റെഡിയായില്ലേ? റെഡിയായി. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ കഴിച്ചോളൂ. ഏട്ടന് കൂടി വിളമ്പിയിട്ട് ഞാൻ കഴിച്ചോളാം. അത്താഴത്തിന് സമയമായിട്ടും നിന്റെ പുന്നാര ഏട്ടൻ എത്തിയില്ല അല്ലേ? എവിടെ പോയി എന്റെ മൂത്ത പുത്രൻ പരശുറാം? അവൻ ഇന്നും ലേറ്റാണല്ലേ? ലേറ്റല്ലച്ചാ, ഔട്ടറിൽ വന്ന് കിടപ്പുണ്ട്. അച്ഛൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് സിഗ്നൽ ക്ലിയറൻസ് കിട്ടാതെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാനകത്തേക്ക് പോയിക്കൊള്ളാം. നീ സ്റ്റാർട്ടർ കൊടുത്തോളൂ. എംടിയായ ഈ റോഡൊന്നിലേക്ക് അവനെ വാങ്ങാം. ഏട്ടൻ വന്ന് കയറിയപ്പോൾ ഒരു ഓയിൽ ടാങ്കറിന്റെ മണം. ഏട്ടൻ ഇന്നും മദ്യപിച്ചു അല്ലേ? മനഃപൂർവ്വമല്ല കുട്ടി. ചോരുന്ന കോച്ചുകളുമായി തീരാത്ത യാത്ര മടുത്തപ്പോ ഈ ഏട്ടൻ ഒരല്പം മദ്യപിച്ചു. അത് വലിയ തെറ്റായി പോയോ? ഈശ്വര, ഇങ്ങനെ ദിവസവും മദ്യപിച്ചാൽ ഏട്ടന്റെ ലിവർ ഹോട്ടാക്സിനായി പോവില്ലേ? ഈ കുടുംബത്തിന്റെ കെയർ ടേക്കർ ആകേണ്ട ആളാണ് ഏട്ടൻ, അത് മറക്കരുത്.
മതിയേട്ട, നമ്മുടെ അച്ഛന്റെ കോച്ചുകൾ സിക്ക് ചെയ്തു കഴിഞ്ഞു. പാലക്കാട്ട് ഏതെങ്കിലും നൂറ്റാണ്ടിൽ ഒരു കോച്ച് ഫാക്ടറി വന്നാൽ അവിടെ കൊണ്ടുപോയി DS8 ഇട്ട് ഡിസ്മാൻഡിൽ ചെയ്യേണ്ട സ്ഥിതിയിലാണ് നമ്മുടെ അച്ഛൻ. ആ അച്ഛന് ഇനിയും വേദനിപ്പിക്കരുതേ ഏട്ടാ. ഇല്ല മോളെ, ഏട്ടൻ ഇനി ഒരിക്കലും മതിവെക്കില്ല. ഈ ഓഫീസാണേ സത്യം. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഏട്ടൻ എപ്പോഴും ഇങ്ങനെയാണ് ഇടാറുണ്ട്. കയ്യിൽ കിട്ടിയ MACP അരിയെ തീരുന്നത് വരെ ഏട്ടൻ കുടിച്ചു നടക്കും. ഏട്ടനെ ഞാൻ വെറുക്കുന്നു. ഇല്ല കുട്ടി, ഈ ഏട്ടനൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായി തന്നെ ഇരിക്കും. നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് നമ്മുടെ കുട്ടിക്കാലം എന്റെ കുഞ്ഞിപ്പങ്ങളുടെ കയ്യും പിടിച്ച് ഞാൻ ട്രാക്കിനരികിലൂടെ ഉലാത്തുമായിരുന്നു. ആകാശത്തെ അമ്പിളിമാമനെ പിടിച്ച് തരട്ടെ എന്ന് ചോദിക്കുമ്പോ നീ വേണ്ട എന്ന് പറയുമായിരുന്നു. അന്നും കൂലിപ്പായുന്ന തീവണ്ടിയായിരുന്നു എന്റെ പെങ്ങൾക്കിഷ്ടം. നിൽക്കവിടെ. പരശുരാം എവിടെ പോകുന്നു? എനിക്ക് രാവിലെ മംഗലാപുരത്തിന് പോകണം. അച്ഛൻ നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നീ എന്താ ഇപ്പോൾ സ്ഥിരമായി ലേറ്റാകുന്നത്? ഉത്തരമില്ല അല്ലേ? ചിലതൊക്കെ എന്റെ ചെവിയിലും എത്തിയിട്ടുണ്ട്. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ? ഇതാ നീ വഴിയിൽ ക്രോസിംഗിൽ കിടക്കുന്നത് നാട്ടിൽ പാട്ടാണ്, അറിയാമോ? അച്ഛൻ അത് സീസൺ ടിക്കറ്റ് അസുഖം കൊണ്ട് വെറുതെ പറയുന്നതാ. വെറുതെ അല്ല, എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു വരുന്നത് അമൃതയുമായി നിനക്കെന്താ ബന്ധം? ഏതമൃത? അമൃതയെ അറിയില്ല അല്ലേ? പാലക്കാട്ടു നിന്നും വരുന്ന അമൃതയുമായി നിനക്കെന്താ ബന്ധമെന്നാ ചോദിച്ചത്. അച്ഛൻ, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. അവളെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. എന്നിട്ടാണോ നീ ഇങ്ങനെ ദിവസവും മദ്യപിച്ച് യാതൊരു ലെവൽ ക്രോസിംഗ് ഇല്ലാതെ നടക്കുന്നത്? ആയിക്കോ, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. പക്ഷേ യാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പെങ്ങൾ നിനക്കുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. ഇല്ല അച്ഛൻ, എന്റെ പെങ്ങൾ ജയന്തിയെ ഏതെങ്കിലും ഒരു കോച്ചിങ് പോയി എത്തിച്ചിട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാകും. അവൾക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞത് 24 വർഷങ്ങളുള്ള ഒരു വരനെ ഞാൻ കണ്ടെത്തും. വേണം, ഏത് പ്ലാറ്റ്ഫോമിൽ കിടന്നാലും ഒരന്തസ്സൊക്കെ വേണം എന്റെ ഭാവി മരുമകന്. അപേക്ഷ നമ്മൾ വെറും ഗരീബരാണെന്ന് നാട്ടുകാർ പറയരുതല്ലോ. എങ്കിൽ നീ ഉടനെ തന്നെ വരനെ കണ്ടുപിടിച്ചോളൂ. ഞാൻ എന്റെ മകളുടെ വിവാഹം റെയിൽവേ വീക്ക് സെലിബ്രേഷൻ ആക്കി മാറ്റും. നടക്കില്ല. ഞാനത് നടത്തില്ല. ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ പറ്റി കയറുമെന്ന് എന്റെ പെങ്ങളുടെ വിവാഹം നടക്കില്ലെന്ന് പറയാൻ നീ ആരാ? ശരിയാ, ഞാനാരാ? വല്ല വീട്ടിലും കയറി ചെന്ന് വല്ല പെണ്ണിന്റെയും കല്യാണം നടക്കൂലെന്ന് പറയാൻ ഞാനാരാ? ഓ, ഇത് നാടകമാണല്ലോ. എക്സ്ക്യൂസ് മീ, അമ്മാവാ. ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതല്ലേ? ചിലപ്പോ മറന്നു കാണും. 10-12 കൊല്ലം മുമ്പുള്ള കഥയാ. അന്ന് കോട്ടയത്ത് എർത്ത് സ്ലിപ്പ്. അമ്മാവൻ ചെങ്ങന്നൂരിലെ പ്ലാറ്റ്ഫോമിൽ കുടുങ്ങിപ്പോയി. രാത്രി മുഴുവൻ അവിടെ കിടന്ന് കരഞ്ഞു. രാവിലെ ഓടാൻ ഡീസലില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ടാങ്കിൽ നിന്നും ഡീസൽ ഊറ്റിത്തന്ന് ഞാൻ സഹായിച്ചു. പോകുന്നതിന് മുൻപ് എന്റെ തോളിൽ തട്ടി അമ്മാവൻ പറഞ്ഞു, എന്റെ മോൾ ജയന്തിയെ നിനക്ക് വിവാഹം ചെയ്തു തരുമെന്ന്. ട്രാഫിക് ബ്ലോക്ക് മാറ്റിയപ്പോ അമ്മാവൻ എന്താ അത് മറന്നുപോയത്? എന്റെ പെങ്ങളെ ഈ കൂറയ്ക്ക് കെട്ടിച്ചെടുക്കാമെന്ന് അച്ഛൻ വാക്ക് കൊടുത്തിരുന്നോ? പിന്നെ ഞാൻ അവളെ ഇപ്പൊ തന്നെ ഇവന് കെട്ടിച്ചു കൊടുക്കും. നീ അകത്തു പോയി ജയന്തിയെ വിളിച്ചോണ്ട് വരാനല്ലേ? അല്ല, ഗ്യാങ് ടൂൾ ബോക്സിൽ നിന്നും ആ ഹാമർ എടുത്തോണ്ട് വാ. ഇവന്റെ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ് ഞാൻ ഇന്ന് ഡിസ്മാൻഡിൽ ചെയ്യും. പേടിപ്പിക്കണ്ട,
ഈ കോറമണ്ഡലിനെ നിങ്ങൾക്കറിയില്ല. ഹൗറയിൽ എത്തുമ്പോൾ കോറമണ്ഡൽ എന്ന് കേട്ടാൽ ബംഗാളിലെ ബാനർജിമാർ പോലും കിടുകിടാ വിറയ്ക്കും. ഐ ആം കോറമണ്ഡൽ, കോറമണ്ഡൽ ഫ്രം ചെന്നൈ, ജസ്റ്റ് ഡിസംബർ ദാറ്റ്. എടുത്തോണ്ട് വാട ഹാമറും സ്ഥാനറും. ദേ, അച്ഛനും മകനോടുമായി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദൈവം മനുഷ്യന് രണ്ട് കാലുകൾ തന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഓടാനും കൂടിയാ. മോനെ കണ്ടോ, നിന്റെ പെങ്ങളുടെ വിവാഹം നമ്മൾ ആലോചിച്ചു തുടങ്ങിയതേ ഉള്ളൂ. പാറകൾ വന്നു തുടങ്ങി. ഇനി ഒട്ടും വൈകിക്കരുത്. അവളുടെ വിവാഹം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. അതിന് അവളുടെ സമ്മതം കൂടി വേണ്ട അച്ഛാ. ആ, ഞാൻ തന്നെ അവളെ വിളിച്ച് ഇക്കാര്യം അറിയിക്കാം. മോളെ ജയന്തി, ജയന്തി ജനതയെ, എന്താ അച്ഛാ? ആ മോളെ, ഞാനും നിന്റെ ഏട്ടൻ പരശുരാമും കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. എന്ത് തീരുമാനം? നിന്റെ വിവാഹം നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. വിവാഹമോ? വേണ്ട അച്ഛാ, വേണ്ട. വേണ്ടെന്നോ? എന്തുകൊണ്ട്? ആ വിവാഹം നടക്കില്ല അച്ഛാ. നടക്കില്ലെന്നോ? തെളിച്ചു പറയടി. അച്ഛാ, ക്ഷമിക്കണം. ഞാനൊരാളുമായി പ്രണയത്തിലാണ്. ആരാടിയവൻ? അത് അടുത്ത ട്രാക്കിലെ ശബരിയുമായി ഞാൻ അടുപ്പത്തിലാണ് അച്ഛാ. ശബരി ഹൈദരാബാദിൽ നിന്ന് വരുന്ന തെലുങ്കിനെയാണോ നീ പ്രണയിക്കുന്നത്? ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ തമ്മിൽ സമ്പർക്ക ക്രാന്തിയിലായിട്ട് ഒരുപാട് നാളായി. മോളെ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. മോളെ, തോൽപ്പിച്ചു കളഞ്ഞു. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ അമ്മ നേത്രാവതി കുർളയിലേക്ക് ഓടിയതിനു ശേഷം ട്രാക്കിൽ വെച്ചാൽ ട്രെയിൻ എടുക്കും, പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ RPF എടുക്കുമെന്ന് കരുതി ഈ തോളത്ത് വെച്ച അച്ഛൻ നിങ്ങളെ രണ്ടുപേരെയും വളർത്തിയത്. അച്ഛനെ നീ തോൽപ്പിച്ചു കളഞ്ഞില്ലു മോളെ, തോൽപ്പിച്ചു കളഞ്ഞില്ലു. ഇനിയൊരു ദുരന്തോ കൂടി ഏറ്റുവാങ്ങാൻ ഈ അച്ഛന്റെ പ്ലാറ്റ്ഫോമിന് ശേഷിയില്ല മക്കളെ, ശേഷിയില്ല. മോളെ, നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല അച്ഛാ, ഒരു ചെറിയ ജർക്കിങ്, അത്രമാത്രം. ഇത് ജെർക്കിംഗ് ഒന്നുമല്ല ചാ, ക്യാരിയിങ് കപ്പാസിറ്റി കൂട്ടുന്നതിന്റെ ലക്ഷണമാണ്. ഇവളുടെ റെഡ് സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവൾ നമ്മുടെ യാർഡിന്റെ മാനം കെടുത്തി അച്ഛാ, മാനം കെടുത്തി. ഈശ്വരാ, ഞാനെന്തായി കേൾക്കുന്നത്? മോളെ, നീ അച്ഛന്റെ മുഖത്ത് ഗ്രീസ് വാരി തേച്ചല്ലോ. നാളെ ഈ ശതാബ്ദിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? പറയടി, ആ തെലുങ്കൻ ശബരിയാണോ ഈ അൺക്ലൈംഡ് വാസലിന്റെ ഓണർ? അറിയില്ല. അറിയില്ലെന്നോ? പറയടി. അച്ഛനും ഏട്ടനും എനിക്ക് സിസ്റ്റം മാപ്പ് തരണം. ഈ ജയന്തി ജനതയെന്ന് ഞാൻ ഓടാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയില്ലേ? എന്റെ AC കോച്ചിൽ ആരൊക്കെ കയറി എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ജനറൽ കമ്പാർട്ട്മെന്റിൽ ആരൊക്കെ കയറി എന്ന് ചോദിച്ചാലും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഞാൻ പറയാം. പക്ഷേ എന്റെ സ്ലീപ്പർ കോച്ചിൽ കയറി ഇറങ്ങി പോയവർ ആരൊക്കെയെന്ന് ഞാൻ എങ്ങനെ പറയും ചേട്ടാ? നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. പക്ഷേ ഈ കഥ തുടർന്നുകൊണ്ടേയിരിക്കും. വണ്ടി ഓടുന്ന